തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങി കേരളം. ഇതിനായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2.84 കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. നവംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 2,84,46,762 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളത്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 1,34,294 വോട്ടർമാരുടെ വർധന. പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ 2,798 പേരാണ് ഇടം നേടിയത്. ഒക്ടോബർ 14 വരെ ലഭിച്ച അപേക്ഷകൾക്കും ആക്ഷേപങ്ങൾക്കും ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. നവംബർ ആദ്യ ആഴ്ച തന്നെ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കാനാണ് സാധ്യത. ഡിസംബറിൽ 2-3 ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ്. ഡിസംബർ 24-നാണ് പുതിയ ഭരണസമിതി അധികാരത്തിലേറേണ്ടത്. അതുകൊണ്ട് ഡിസംബർ 15-ന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനാണ് കമ്മീഷന്റെ നീക്കം. അതിനുള്ള അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇനി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ സംവരണം നിശ്ചയിക്കുന്ന പരിപാടി കൂടിയേ ബാക്കിയുള്ളൂ. തിരുവനന്തപുരത്താണ് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുള്ളത്. ദേശീയ സംസ്ഥാന കക്ഷികൾ യോഗത്തിൽ പങ്കെടുക്കും. മട്ടന്നൂർ നഗരസഭയിൽ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് മറ്റൊരു സമയത്താണ്. മീഡിയ 1 തിരുവനന്തപുരം.